എല്ലാവർക്കും നമ്മൾ പറയുന്നത് ഓക്കെ. ഒന്ന് ക്യാമറ ഓൺ ചെയ്തോട്ടെ. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, എല്ലാവരും നമ്മൾ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് ചാറ്റിലേക്ക് ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്തേ ഓരോരുത്തരും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നു ഒന്ന് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ബിലീഫ് സിസ്റ്റങ്ങളും ആ ബിലീഫ് സിസ്റ്റം നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. എന്താണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ബിലീഫ് സിസ്റ്റം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ഒരു ക്ലാസ് അതിൻ്റെ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ കാണുന്ന ആളുകൾ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യം, നമ്മളുടെ കൂടെ ലൈവായിട്ട് ഇതുപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതുകൂടാതെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ നെക്സ്റ്റ് ലെവൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പെയ്ഡ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതുവഴി നിങ്ങളുടെ ലൈഫ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാം. എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനെ സ്വാധീനിക്കുന്ന ബിലീഫ് സിസ്റ്റം? എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം? ഇന്ന് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണു, ഇന്ന് വരെ ഈ ഭൂമിയിൽ ജീവനോട് ഇരിക്കുകയാണ്. ഈ മൊമെന്റ് വരെ നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണ് നിങ്ങളുടെ ഓരോ മനുഷ്യരെയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ബിലീഫ് സിസ്റ്റം, വിശ്വാസങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആകത്തുക മാത്രമാണ് നിങ്ങൾ. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ രൂപപ്പെട്ടു? ഞാൻ ജനിച്ചു, എനിക്ക് ചുറ്റുമുള്ള ആളുകൾ അവരൊക്കെ എന്തൊക്കെ ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട മനുഷ്യൻ മാത്രമാണ് ഞാൻ. എനിക്ക് സമ്പത്തുണ്ട്. തുടക്കത്തിൽ ഇതിനെപ്പറ്റി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവവും മാനിഫെസ്റ്റേഷൻ എന്ന സംഭവത്തെ പറ്റി അറിയാത്ത ആളുകളെന്ന് പറയുന്നത് ഈ ഒരു സംഭവം, അതായത് എനിക്ക് ചുറ്റും ഞാൻ ഇപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും, അച്ഛനും അമ്മയ്ക്കും ഗവൺമെന്റ് ജോലിയാണെങ്കിൽ മക്കൾ ആ റൂട്ട് പോകും. അച്ഛൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ പോകും, അച്ഛൻ കൃഷിക്കാരനാണെങ്കിൽ അങ്ങനെ പോകും. ഏത് ജോലിയാണെങ്കിലും മക്കൾ റിപ്പീറ്റ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കുന്ന കഷ്ടപ്പാടെന്ന് അയാൾ കണ്ടു വളർന്നതാണ്. അയാൾ കണ്ടു വളർന്ന കാര്യം എന്താണ്? പൈസ ഉണ്ടാക്കുന്ന ഭയങ്കര കഷ്ടപ്പാടെന്നാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളിലേക്ക് എത്തപ്പെടുകയുള്ളൂ. പക്ഷെ അതേസമയം അയാൾ കണ്ടു വളരുന്നതെന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുന്ന നല്ല രീതിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുള്ളതാണ് അദ്ദേഹം കണ്ട കാഴ്ച എങ്കിൽ, അദ്ദേഹം ഓട്ടോമാറ്റിക്കലി പൈസ എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള മാർഗത്തിലേക്ക് അയാൾ എത്തപ്പെടും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ലൈഫ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ തിരിച്ചറിവ് ഉണ്ടാക്കണം. അതാണ് ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട കാര്യം. വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ നിങ്ങൾ അതായിത്തീരുന്നു. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് മാത്രമാണ് നമ്മൾ, മറ്റൊന്നുമല്ല. നമ്മൾ ഓരോ മനുഷ്യരും അതാണ്, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ നമ്മളതായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ, അല്ലാതെ ഞാൻ ഇന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ആളാണ്, മൈൻഡിന്റെ ക്ലാസ് എടുക്കുന്ന ആളാണ്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും എടുത്തില്ല. ഇന്ന് മനസ്സിലാക്കിയല്ലേ എന്ന് മനസ്സിലാകും, പക്ഷെ ഇന്നൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. പക്ഷേ ഞാൻ എൻ്റെ മൈൻഡ് കറക്റ്റ് ആക്കി, എൻ്റെ എനർജറ്റിക്കലി ഞാൻ അലൈൻഡായി, ഞാൻ പോസിറ്റീവായിട്ട് മാറി. എനിക്ക് എന്ത് സംഭവിച്ചു? കൃത്യമായിട്ട് എവിടെ നിന്നൊക്കെയോ രണ്ട് കോള് വന്നു, സെയിൽ ക്ലോസ് ആയി. ഇന്ന് ഞാൻ ഒരു ആക്ടിവിറ്റിയും, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഈ ഇപ്പം നമ്മുടെ ഒരു വീഡിയോ ക്ലാസ് ആണല്ലോ ഇത്, ഒരുപക്ഷെ യൂട്യൂബിൽ പോകുമ്പോൾ ആളുകൾ കണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അഫ്കോഴ്സ് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്യാതെ എനിക്ക്
എന്ത് കിട്ടി? ഇന്ന് മണി മാനിഫെസ്റ്റ് ആയി. അതുകൊണ്ട് എന്താ ഞാൻ പറയുന്നത്? നമ്മൾ ഓരോ മനുഷ്യർക്കും നമ്മുടെ ജീവിതം ചേഞ്ച് ചെയ്യാം. ഞാൻ പറയില്ലേ, എബ്രാഹിക്സ് വീണ്ടും വീണ്ടും, കാരണം നമ്മുടെ ട്രേഡിങ്ങിന്റെ ഒക്കെ അധ്യാപകർ എപ്പോഴും പറയും, നമ്മൾ ഒരു കാര്യം നിരന്തരമായിട്ട് ആവർത്തിച്ച് ചെയ്താൽ അത് നമ്മളുടെ ലൈഫിൽ സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്താണോ എന്ന് എൻ്റെ സാർ എപ്പോഴും പറയും, വീണ്ടും വീണ്ടും ഒരു ട്രേഡിംഗ് പ്രാക്ടീസ് വീണ്ടും ആവർത്തിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അദ്ദേഹം പറയാം, അതേ സംഭവം തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം നിങ്ങൾ ഈ നിമിഷം വരെ ആവർത്തിച്ച് ചിന്തിച്ചതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു? ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്തേ, ഓരോരുത്തരും ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്തേ, ഓരോരുത്തരും ഇന്ന് വരെയുള്ള നിങ്ങളുടെ, ഓരോരുത്തരും ടൈപ്പ് ചെയ്യാം, ഇന്ന് വരെയുള്ള ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ആവർത്തിച്ച് ചിന്തിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എബ്രാഹിക്സ് നിങ്ങൾ പല ആളുകൾ യൂട്യൂബിലൊക്കെ കണ്ടു, അവരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നോ എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് ക്യാൻ മേക്ക് യുവർ ലാക്ക് ഓഫ് അലൈൻമെന്റ്. നിങ്ങൾ അലൈൻമെന്റിൽ അല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് സുഹൃത്തുക്കളെ കാര്യമില്ല, നിങ്ങൾ അലൈൻമെന്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ആളുകളെ ഇപ്പൊ ചില ആളുകളുണ്ട്, ഈ ഈ ലോകത്ത് ഭൂരിഭാഗം മനുഷ്യരും വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, അയാൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, ഇയാൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഭൂമിയിൽ നിങ്ങൾ അടങ്ങുന്ന ഓരോ മനുഷ്യനും ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്, ഒറ്റയ്ക്കാണ് നമ്മൾ മരിക്കുന്നത്. നമ്മളെ വീട്ടുകാരൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, മാതാ പിതാ ഗുരു ദൈവം എന്നുള്ളതാണ് നമ്മളെ വീട്ടുകാരെ എല്ലാവരും നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മാതാ പിതാ ഗുരു ദൈവമല്ല, ഞാൻ മാതാ പിതാ ഗുരു ദൈവമായിരിക്കണം. കാരണം എനിക്ക് സ്വസ്ഥത ഇല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുമോ? യെസ് ഓർ നോ? നിങ്ങൾ എപ്പോഴും ദുഃഖത്തിലും ദുരിതത്തിലും ആണെങ്കിൽ ഒന്ന് ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്തേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ക്ലാസ് എടുക്കുന്നത്. ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്യും. നിങ്ങൾ ദുഃഖത്തിലും ദുരിതത്തിലും ആണെങ്കിൽ മറ്റൊരു മനുഷ്യൻ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അസുഖം വന്നു, നിങ്ങൾക്ക് ഭയങ്കരമായ വേദന, അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കും. ശരിയല്ലേ? തീർച്ചയായിട്ടും അത് നിങ്ങളെ വ്യക്തിത്വത്തെ ബാധിക്കും. നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യനോടും നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. നമുക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന സ്വാർത്ഥതയല്ല ഞാൻ പറയുന്നത്, ഫാമിലിക്ക് വേണ്ടി ജീവിക്കാതിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ സ്നേഹമായി മാറിയാൽ നമ്മളുടെ ഉള്ളിൻ്റെ അകത്ത് ഇതെല്ലാം ശരിയായിരിക്കണം. നമ്മളുടെ ഉള്ളിൽ നമ്മളെ പറ്റിയുള്ള കാഴ്ചപ്പാട് ആദ്യം ശരിയാക്കണം. നമ്മൾ നല്ല ആളാണ്, നമുക്കെല്ലാം പറ്റും, ഇഷ്ടംപോലെ പൈസയുണ്ട്, എന്നെ കാണാൻ നല്ല രസമാണ്, അങ്ങനെ എന്താണോ നിങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് വില കൊടുക്കണം. നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളിൽ ഏർപ്പെടണം. ഗൃഹനാഥന്മാരൊക്കെ ചെയ്യുന്നത്, ഗൃഹനാഥന്മാരും സ്ത്രീകളും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ ചെയ്യുന്ന എന്താണ്, മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രിഫറൻസ് കൊടുത്തിട്ട് അവർ പല ആളുകളും അവർക്ക് വേണ്ടി ജീവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അല്ല, നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, നമ്മളുടെ ഈ ലോകത്തിൽ ദുഃഖം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സംഭവം ഇല്ല ഞാൻ പറയുന്നില്ല. എല്ലാം നിങ്ങളുടെ ചിന്തയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ അങ്ങേയറ്റം പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ദുഃഖമില്ല. ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥയും ഇപ്പോഴത്തെ ബന്ധങ്ങളിലുള്ള വിള്ളല് ഒന്നും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പ്രധാനമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത സാധനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ യൂണിവേഴ്സ്, ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി, അതിമനോഹരവും സുന്ദരവുമായ മനുഷ്യൻ എന്ന് പറയുന്ന അത്രത്തോളം കേപ്പബിലിറ്റീസ് ഉള്ള ജീവി ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ചു വീണത് ഇമ്മൻസ് കേപ്പബിലിറ്റിയിലാണ്. ഇമ്മൻസ് കേപ്പബിലിറ്റി എന്താണ്? അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാതെ ജ്യോതിഷന്മാർ പറയുന്നു ജീവിതം സുഖദുഃഖ സമൃദ്ധമാണ്, ജാതകം നോക്കി കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ സമ്പത്ത്, ഇപ്പൊ ദുഃഖ അവസ്ഥ, അങ്ങനെ ഒന്നും അല്ല.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണ്. ഈ ലോകം എന്ന് പറയുന്നത് ഒരു ഊർജത്തിന്റെ ലോകമാണ്. ആ ഊർജം, ഓരോ ചിന്തയും, നിങ്ങൾ എന്ത് ചിന്തിച്ചാലും അത് ഒരു ഇലക്ട്രിക് സിഗ്നലുമാകുന്നു, അതൊരു മാഗ്നറ്റിക് സിഗ്നലുമാകുന്നു. നമ്മൾ ഇപ്പൊ ഞാൻ തന്നെ കൂടെ കൂടെ ചിരിക്കുന്നത്, ഐ ആം ഫിൽറ്ററിങ് മൈ തോട്ട് നൗ. ആർ യു റെഡി ടു ഫിൽറ്റർ യുവർ തോട്ട്? നിങ്ങൾ ഒന്ന് ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്ത് ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചിന്തകൾ പോസിറ്റീവ് ആക്കാൻ നിങ്ങൾ റെഡിയാണോ? നമുക്ക് നമ്മുടെ ലൈഫിൽ ടൈപ്പ് ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ അപ്രോച്ച് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും. എങ്ങനെ? നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റാനായിട്ട് പറ്റും. അല്ലാതെ എത്ര നിങ്ങൾ ഹാർഡ് വർക്ക് ഇട്ട് ഒരു കാര്യമില്ല. മനസ്സിലായേ? നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വേണ്ട മനസ്സമാധാനമാണ്. മനസ്സമാധാനം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മനസ്സമാധാനം നിറഞ്ഞ ചിന്തകൾ ഉള്ളിലേക്ക് എടുത്താൽ മതി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനസ്സമാധാനം നിറഞ്ഞ ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ ഉള്ളിലോട്ട് എടുത്താൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആവും. അത് ഒരു ദിവസത്തെ അല്ല, 2 ദിവസത്തെ അല്ല, 3 ദിവസത്തെ അല്ല, ഒരു ലൈഫ് ടൈം. ഞാനൊരു മതപരമായി പറയുന്നതല്ല, എങ്കിലും പറയാണ്, ശിവഭഗവാൻ അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്ന ദൈവം, അതിന്റെ ഫ്രണ്ടിൽ പല തപസ്സൊക്കെ നമ്മൾ തപസ് എന്താണ്? തപസ് എന്ന് പറയും ഈ ഐതിഹ്യങ്ങളിൽ, അത് ഹിന്ദുവിന്റെ ആയിക്കോട്ടെ, ക്രിസ്ത്യാനിയുടെ ആയിക്കോട്ടെ, ഇസ്ലാമികന്റെ ആയിക്കോട്ടെ, എല്ലാ മത ഇതിന്റെ അകത്തും പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്ന മനുഷ്യ നന്മയാണ്. തപസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം ഒരു തപസ്സാക്കി നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം നിങ്ങൾ ഒരു തപസ്സാക്കി മാറ്റണം. ആ തപസ് എന്ന് പറയുന്നത് ഈ മറ്റെന്ത് തപസ്സിനെക്കാട്ടിയും പ്രധാനപ്പെട്ട തപസ്സാകുന്നു എന്നുള്ളതാണ്. മറ്റെന്ത് തപസ്സിനെക്കാട്ടിയും പ്രധാനപ്പെട്ട തപസ് നിങ്ങളുടെ ചിന്തകളുടെ തപസ്സായിരിക്കണം. നിങ്ങളുടെ ഓരോ ചിന്തകളുടെയും തപസ്സാവണം. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളുടെ തപസ്സായിരിക്കണം. ആ തപസ്സിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ, ആ തപസ്സിന്റെ നിയന്ത്രണമായ കാലചക്രത്തിൽ നിങ്ങൾ അകപ്പെട്ടാലല്ല, അകത്ത് ചെന്ന് കയറി കൊടുക്കണം. കാരണം അതാണ് ആവശ്യം. നിങ്ങളുടെ ജീവിതം വിജയിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം വിജയിക്കും. പിന്നെ നിങ്ങൾക്ക് ദുഃഖങ്ങളില്ല, പിന്നെ നിങ്ങൾക്ക് ദുരിതങ്ങളില്ല. നിങ്ങൾ ഏറ്റവും സന്തോഷവാനാണ്. നിങ്ങൾ ഏറ്റവും പിന്നെ നിങ്ങൾക്ക് ബന്ധങ്ങളിൽ പ്രോബ്ലം ഇല്ല. നമ്മൾ ഈ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരാളെടുത്ത് ഒരാൾ മോശമായിട്ട് പെരുമാറി, ഇപ്പൊ നമ്മൾ കേട്ടിട്ട് ചെല്ലുന്ന അയാൾ മോശം ആളാണ്, അങ്ങനെ വേണ്ട. നിങ്ങളടുത്ത് അയാൾ മോശമായി പെരുമാറണമെന്നില്ല. എപ്പോ നിങ്ങളുടെ അതായത് നിങ്ങളില്ലെങ്കിൽ, ശരിയല്ലേ? നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ഇല്ലെങ്കിൽ ആ വ്യക്തി ഇല്ല നിങ്ങളുടെ ഫ്രണ്ടിൽ, ആ വ്യക്തിയെ പറ്റിയുള്ള കാഴ്ചപ്പാടില്ല. ശരിയല്ലേ? ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്തേ, ഓരോരുത്തരും ടൈപ്പ് ചെയ്തേ. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ഇല്ലെങ്കിൽ അയാളെ കുറിച്ചുള്ള ചിന്താഗതി ഇല്ല. ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്യൂ ഓരോരുത്തരും, പെട്ടെന്നാവട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ് മാറും. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, യുവർ ഫീൽഡ് ഓഫ് സ്പേസ്, നമ്മളുടെ ശരീരം പോലും നമ്മുടെ ഫീൽഡ് ഓഫ് സ്പേസ് ആണ്. നമ്മളെന്ന് പറയുന്ന ആ എനർജിയുടെ ഭാഗം മാത്രമാണ്. ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്തേ ഓരോരുത്തരും. നമ്മളെന്ന് പറയുന്ന ആ എനർജിയുടെ ഫീൽഡ് ഓഫ് സ്പേസ് മാത്രമാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ ചിന്തകൾ. അപ്പൊ ആ നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്പേസ്. അപ്പൊ ആ ചിന്തകൾ കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് സങ്കടങ്ങളില്ല, നമുക്ക് സമ്പത്ത് കുറഞ്ഞു പോയെന്നുള്ള വേദനയില്ല, നമുക്ക് ഒരു തരത്തിലും വേദനയില്ല. എന്ത്? നമ്മുടെ ചിന്തകൾ കറക്റ്റ് ആണെങ്കിൽ. സത്യം പറഞ്ഞാൽ ഈ ചിന്തകളുടെ ഈ ഫീൽഡ് ഓഫ് സ്പേസ് കറക്റ്റ് ആണെങ്കിൽ സുഹൃത്തുക്കളെ, പിന്നെ നിങ്ങൾക്ക് ദുഃഖങ്ങളില്ല, ദുരിതങ്ങളില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നിങ്ങളുടെ മുന്നിൽ വിസിബിൾ ആയിരിക്കും. നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിച്ചാലും അതെല്ലാം നിങ്ങളുടെ മുന്നിൽ വിസിബിൾ ആയിരിക്കും. എപ്പോ? നിങ്ങളുടെ ചിന്തകൾ കറക്റ്റാണ്. അതിനെപ്പറ്റി മാത്രം ബോധർ ചെയ്യുക. കാരണം അത് ബോധർ ചെയ്താൽ പിന്നെ മരണഭയമില്ല. ഈ ഭൂമി വിട്ട് ഞാൻ എപ്പോ മരിച്ചു പോകും, നാളെ ഞാൻ മരിച്ചു പോകുമോ, നാളെ എൻ്റെ ജീവിതം എന്താണ്, ഇല്ല. നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ശാന്തതയായിരിക്കും. നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. നിങ്ങൾക്ക് കൈകളിലൊരു പ്രത്യേക തരം തണുപ്പായിരിക്കും. അല്ലെങ്കിൽ
നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ആനന്ദമായിരിക്കും നിങ്ങളുടെ ചിന്തകൾ. പോസിറ്റീവ് ആണെങ്കിൽ പ്രസന്റ് ടെൻസിൽ ഞാൻ ഹാപ്പിയാണ്, സന്തോഷവാനാണെന്നുള്ള പോസിറ്റീവ് ചിന്തയാണെങ്കിൽ പിന്നെ മറ്റുള്ള മനുഷ്യൻ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്നുള്ള ധാരണയില്ല. ഞാൻ അങ്ങനെ പെരുമാറിയെങ്കിൽ ഇങ്ങനെ പെരുമാറുന്നില്ല, ഇല്ല. കാരണം നിങ്ങളുടെ ചിന്ത കറക്റ്റാണ്. അയാൾക്ക് നേരെ പെരുമാറാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ അതേ കണക്ക് തന്നെ നിങ്ങൾക്കും നിങ്ങളോടുള്ള മറ്റുള്ള മനുഷ്യരുടെ പെരുമാറ്റവും വേറെ പെരുമാറാൻ വഴിയില്ല. എല്ലാ അർത്ഥത്തിലും ഈ ലോകം പോസിറ്റീവായിട്ട് മാറും. അപ്പം ആ പോയിന്റിലേക്ക് കടക്കാം. നമ്മളുടെ ബിലീഫ് ആദ്യം നമ്മൾ എന്താണ് നമ്മുടെ ബിലീഫ്? ബിലീഫ് എങ്ങനെ തിരിച്ചറിയും? ഏറ്റവും പ്രധാന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യണം. നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഇമോഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അതിനെ പറ്റിയുള്ള നിങ്ങളുടെ ചിന്താഗതി എന്താണ്. നിങ്ങൾ എന്ത് കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിങ്സ്, ഒരു വേദന, ഒരു ദിവസം ദുഃഖം അനുഭവിക്കുമ്പോൾ നമുക്കറിയാം. കാരണം എന്താണ്? ആ ചിന്ത നമ്മളിൽ ആ നിമിഷം ഉണ്ടായിട്ടുണ്ട്. അതാണ് പ്രിഡോമിനന്റ് ഇമോഷൻ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങൾ ആ വിഷയമായിട്ട് ആകെ തകർന്നു കിടക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, എങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് ചിന്തിക്കുമ്പോൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയ മറ്റു മനുഷ്യന്മാർ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടോ? അതിന് തെളിവുകൾ. അതായത് ഇപ്പം സമ്പത്ത്, എം.എ. യൂസഫ് അലി വലിയ ചെറിയ രീതിയിൽ വന്നിട്ട് അദ്ദേഹം വലിയ സാമ്പത്തിക നിലയിലെത്തിയാണ്. അങ്ങനെയുള്ള തെളിവുകൾ നിങ്ങൾ കണ്ടെത്തുക. അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ വരുമ്പോൾ എന്താണ്? മറ്റു പല ആളുകൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം മറ്റ് എത്ര പേർ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് വിജയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റ് മാനിഫെസ്റ്റേഷൻ ചെയ്ത ആളുകൾ വിജയിച്ചിട്ടുണ്ട്. അതാണ് പ്രൂഫ്, അല്ലെ? ഇപ്പൊ നമ്മുടെ ട്രേഡിങ്ങിന് എന്റെ ക്ലാസ്സിൽ പറഞ്ഞാൽ ട്രേഡ് ചെയ്ത് എത്ര പേര് വിജയിച്ചു എന്ന് പ്രൂഫ് ചെയ്യുമ്പോൾ ആളുകളെല്ലാം ജോയിൻ ചെയ്യും. അതേ കണക്ക് നിങ്ങളുടെ മനസ്സിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. നിങ്ങളുടെ മനസ്സിനെ കൺവിൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റാളുകൾ ഇത് ചെയ്ത് വിജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഈ പുള്ളി കുറെ നേരമായിട്ട് കുറെ തള്ളുന്ന പുള്ളിക്ക് പറഞ്ഞിട്ട് പോവാന്നുള്ള രീതിയിലാണ് ചിന്തിക്കാതെ മറ്റുള്ള ആളുകൾ എത്ര പേര് ഇത് വിജയിച്ചു എന്ന് അറിയുക. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സക്സസ് സ്റ്റോറീസ് നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ ചാനൽ നോക്കണ്ട. ഇഷ്ടംപോലെ മാനിഫെസ്റ്റേഷൻ ട്രെയിൻ ചെയ്യുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും എല്ലാ ആളുകളുണ്ട്. അവരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. അവരുടെ ക്ലാസ്സുകളിൽ സക്സസ് സ്റ്റോറീസ് നോക്കുക. വിജയിച്ചു ഞാൻ ഇങ്ങനെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മോശം ട്രാക്കിൽ പോകുന്ന നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം സക്സസ് സ്റ്റോറി കാണിച്ചുകൊണ്ട് കൺവിൻസ് ചെയ്യാൻ പറ്റും. വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് സക്സസ് സ്റ്റോറീസ് കാണിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കും. എന്ത്? ഇങ്ങനെ ഒരു സംഭവം പോസിബിൾ ആണെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നു വിശ്വസിക്കുന്നു. ആവർത്തിച്ച് നിങ്ങൾ കാണിക്കണം. നിങ്ങളുടെ എന്ത് ലൈഫിൽ അങ്ങനെയല്ലോ. ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യം അറിയാലോ. എന്താണോ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. മാനിഫെസ്റ്റേഷൻ ഒരു ദിവസമല്ല, ആവർത്തിച്ച് ഇപ്പോൾ നിങ്ങൾ ഓരോ മനുഷ്യനും ഇന്ന് വരെയുള്ള നിങ്ങളുടെ രൂപപ്പെടൽ എന്ന് പറയുന്നത് നിങ്ങൾ ആവർത്തിച്ച് ചിന്തിച്ച കാര്യങ്ങൾ. ആ കൊച്ചിലെ മുതൽ നിങ്ങൾ അറിയാതെ ചിന്തിച്ച കാര്യം ഒരു 18 വയസ്സ് വരെയും, ആ 18 വയസ്സ് വന്നിട്ട് വിവേക ബുദ്ധി വന്ന് നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങൾ കണ്ട ലോകവും നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരും കാണിച്ചു തന്നതാണ് ശരിയെന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തൊരു ഇപ്പൊ കഷ്ടപ്പെട്ട് ഒരു സാമ്പത്തികമായി പ്രശ്നത്തിൽ അനുഭവം വന്ന മനുഷ്യന്മാര് ആദ്യം കണ്ടത് വീട്ടുകാർ കഷ്ടപ്പെടുന്നു, പിന്നെ അവന്റെ സർക്കിള് കണ്ടു അവൻ കഷ്ടപ്പെടുന്നെന്ന്, പിന്നെ അവൻ ഒരുപക്ഷെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ അവൻ ജോലിക്ക് പോയപ്പോഴോ അവൻ പ്രവർത്തിച്ച മേഖലയിൽ നിന്നോ മനസ്സിലായി ആളുകൾ കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ അവൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന മാർഗത്തിലേക്ക് പോകും. ഒരു പണക്കാരൻ അല്ലെങ്കിൽ സാമ്പത്തിക എന്ത് കാര്യവും കേട്ടോ, ഈ പണം എന്ന് പറയുന്നത് മാത്രമല്ല, ഏറ്റവും വേണ്ട നമുക്ക് മനസ്സമാധാനമാണ്. എന്ത് കാര്യവും അവൻ കണ്ടത് എന്ന് പറയുന്ന നെഗറ്റീവ് ആയതുകൊണ്ടാണ് അവന് ഓട്ടോമാറ്റിക്കലി, അതായത് അയാൾ കണ്ടു വളർന്ന നെഗറ്റീവാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് അയാൾക്ക് ആ നെഗറ്റീവ് അനുഭവത്തിലേക്ക് വന്നത്. നിങ്ങൾക്ക് പക്ഷെ ചേഞ്ച് ആവണമെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് പാത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ റൂട്ടിൽ വന്നാൽ നാളെ നിങ്ങൾക്കത് വിജയിക്കാൻ പറ്റില്ല. അത് എപ്പോൾ വിജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് കൺഫർമേഷനും പറയാൻ പറ്റില്ല. പക്ഷേ ഉറപ്പ് തരാം, നിങ്ങൾ ഒരിക്കൽ വിജയിച്ചിരിക്കും. അത് ആ ഒരിക്കൽ വിജയിക്കുന്ന എളുപ്പത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ഹീലിങ്സ് വച്ചിരിക്കുന്നത്. ഹീലിങ്സ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ചിന്തയും നമ്മുടെ ന്യൂറൽ പാത്വേയിൽ ഒരു ചിന്തയായിട്ട് മാറിയിരിക്കുകയാണ്.
നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും നമ്മളുടെ ന്യൂറൽ പാത്വേയിൽ അതൊരു ചിന്തയായി കടന്നു വന്നിട്ടുണ്ട്. ആ ചിന്തയെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റിമൂവ് ചെയ്യണം. ന്യൂറൽ സിസ്റ്റത്തിൽ ഒരു മൈലിനേഷൻ ആണ്. അതിനു മുമ്പ് ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ വരുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ജീവിക്കും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യണം. കാരണം റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയണം. ഒരുപക്ഷെ നിങ്ങൾ ഈ ഡെയിലി ക്ലാസ് റിപ്പീറ്റ് ചെയ്താൽ പോലും നിങ്ങളുടെ ലൈഫ് മാറും. അതായത് നമുക്ക് ഒരു സ്ട്രെസ് ഹോർമോൺ എപ്പോഴാണ് നമ്മുടെ എല്ലാ ശരീരത്തിലും ഉണ്ട്, കോർട്ടിസോൾ ഉണ്ട്. എന്തിനാണ് ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളുടെ ഓരോ മനുഷ്യന്മാരുടെ ശരീരത്തിൽ തന്നിരിക്കുന്ന അറിയോ? ഈ കോർട്ടിസോൾ തന്നിരിക്കുന്നെന്ന് വെച്ചാല് നമ്മൾക്ക് ഇപ്പൊ ഒരു മാനിന് ഒരു പുലി പിടിക്കാൻ വരുന്ന രക്ഷപ്പെടണം, കോർട്ടിസോൾ ഇല്ലെങ്കിൽ പറ്റില്ല. പക്ഷെ അതേ സമയം അതേ കണക്ക് ഒരു ഏത് കാട്ടിലുള്ള ഏത് ജീവിക്കും, കാട്ടിലുള്ള നമ്മളും കാട്ടിൽ ജനിച്ചാണല്ലോ, നമ്മൾ മനുഷ്യരായി ഇപ്പൊ ജനിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഏത് ജീവിക്കും സർവൈവ് ചെയ്യണമെങ്കിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വേണം. കാരണം പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അതിൽ നിന്ന് തരണം ചെയ്യാനായിട്ട് കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഓരോരുത്തരുടെ ശരീരത്തിൽ യൂണിവേഴ്സ് എന്നോ ദൈവമോ നിങ്ങൾക്ക് എന്ത് വേണം വിളിക്കാം, നിങ്ങൾക്ക് കോർട്ടിസോൾ തന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് എപ്പോഴും ഉപയോഗിക്കാനുള്ളതല്ല. നമുക്ക് ചിന്തിക്കാൻ കഴിവുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സ്ട്രെസ് എടുത്തു. മൃഗങ്ങൾ ആ ഒരു പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ അവൻ ഇര പിടിക്കുകയാണ്, ആഹാരം കഴിക്കുകയാണ്, വളരെ സമാധാനത്തിലാണ് കഴിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും 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 ഓരോ മനുഷ്യന്മാരും നിങ്ങൾ ഓരോ മനുഷ്യന്മാരും നമ്മൾ ചെറിയ ചെറിയ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ കൂടുതലാണ്, വീണ്ടും 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 നിങ്ങൾ സ്ട്രെസ് എടുത്തു. നിങ്ങൾ വീണ്ടും 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 സ്ട്രെസ് എടുക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന സിറ്റുവേഷൻ എവിടെയാണ്? നിങ്ങളുടെ ന്യൂറൽ സിസ്റ്റം പറയാണ് ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്, പൊട്ടിത്തെറിച്ചോ. നിങ്ങളുടെ എന്താണ് നമ്മുടെ പ്രതിരോധ ശേഷി പറയാണ്, ആ സിസ്റ്റം പറയാണ്, നെർവസ് സിസ്റ്റത്തിന്റെ ആ സിസ്റ്റം പറയാണ് പെട്ടെന്ന് അങ്ങ് ഉൽപ്പാദിപ്പിക്കുക, അതിന്റെ എല്ലാം ഉൽപ്പാദിപ്പിക്കും, ബ്ലഡ് ഫ്ലോ കൂട്ട്, അസുഖങ്ങളുടെ പേമാരിയായിരിക്കും. ഇതേ സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ ന്യൂട്ടന്റെ സിദ്ധാന്തം വെച്ചിട്ട് എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? ഓരോ ആക്ഷനും അതിൻ്റെതായ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നടത്താം. അപ്പൊ ഇന്ന് നിങ്ങൾ ദുഃഖത്തിലാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലുണ്ടോ? ഓരോരുത്തരും ടൈപ്പ് ചെയ്തേ, നിങ്ങൾക്ക് വേണ്ടിയേ പറയുന്നു. ഓരോരുത്തരും ടൈപ്പ് ചെയ്തേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ന് നിങ്ങൾ ദുഃഖത്തിലാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ട് ഓരോരുത്തരും ടൈപ്പ് ചെയ്യണം കേട്ടോ. ഇന്ന് നിങ്ങൾ ദുഃഖത്തിലാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതായത് എൻ്റെ മെന്ററിന്റെ ക്ലാസ് വീണ്ടും പറയുന്നു, നോർമലി നമുക്ക് ലിവർ മാത്രമാണ് നടന്ന കാര്യമുണ്ടോ റീജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മെന്ററിന്റെ ക്ലാസ്സിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ, ഒരു പ്രത്യേകതരം മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കുന്ന ആളുകൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് അവരുടെ ഓരോരുത്തരുടെയും അല്ല പറഞ്ഞു വരുമ്പോഴത്തേക്കും കഥകഥയായി പോകണം, അങ്ങനെയല്ല. അതിൽ അതിലൊരു ഒരാൾക്ക് ഉള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, തൈറോയിഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. തൈറോയിഡ് നമുക്ക് ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്തതാണ്, തൈറോയിഡ് എന്ന അവയവം ആ വ്യക്തിക്ക് റീജനറേറ്റ് ചെയ്തു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിലൂടെ. അതാണ് അപ്പൊ നിങ്ങൾ പറയും ഇതൊക്കെ അപ്പൊ പിന്നെ ഡോക്ടർമാരൊക്കെ ചുമ്മാ ഡോക്ടർമാർ ചുമ്മാ എന്നുള്ളതല്ല. നമ്മൾ എന്ത് കാര്യങ്ങളും സുഹൃത്തുക്കളെ, നമ്മൾ സയൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഡിസ്കവർ ചെയ്യാണ്. എയ്ഡ്സിന് ഇപ്പോഴും അസുഖം കണ്ടെത്തിയില്ല, ക്യാൻസറിന് കുറേയൊക്കെ ട്രീറ്റ്മെന്റ് വന്നു എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്നുള്ളതല്ല. ഇനിയും ശരിയല്ലേ ഓരോരുത്തരും പറഞ്ഞേ, ഇനിയും എന്തെല്ലാം നമ്മൾ കണ്ടെത്താനായിട്ടിരിക്കുന്നു. മനുഷ്യര് എന്തെല്ലാം കണ്ടെത്താൻ. അപ്പൊ ഇത് സ്പിരിച്വലി പോയ ആളുകളെല്ലാം ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീബുദ്ധനായിക്കോട്ടെ, ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, യേശുദേവനായിക്കോട്ടെ, നബി ആയിക്കോട്ടെ, എല്ലാവരും സ്പിരിച്വലി സഞ്ചരിച്ച ആളുകൾ. സ്വാമി നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഓട്ടോ ബയോഗ്രഫി ഓഫ് എൻ യോഗി എന്ന് പറയുന്ന ഇൻകാർണേഷൻ. അപ്പൊ ഈ ഇൻകാർണേഷൻ ഒക്കെ ഉണ്ട്. ബോധോദയം എന്ന് വെച്ചാൽ വേറൊന്നും ഈ ദൈവികമായ പവർ ഒന്നും കിട്ടുന്ന പരിപാടിയല്ല. പക്ഷേ ഇത് അടുത്ത കോൺഷ്യസ്നെസ് ആണ്, അടുത്ത കോൺഷ്യസ്നെസ് ലെവലാണ് പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേഷൻ എന്നൊക്കെ പറയും. ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ നിങ്ങൾ ഓരോരുത്തരും എത്തപ്പെടുന്ന സമയത്ത് ഈ പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേഷൻ, അതാണ് ഈ കുണ്ടലിനി എവേക്കണിങ് എന്നൊക്കെ പറയുന്നത്. അത് ഇപ്പൊ മതപരമായി സംസാരിക്കാലോ, പ്യുവർ സയൻസ് ആണ്. കുണ്ടലിനി എവേക്കണിങ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു അവയവമുണ്ട്. അത് ഈ രാത്രി ഉറങ്ങുമ്പോൾ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് ആക്ടിവേറ്റ് ആയാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഹീലിങ്സ് ഒക്കെ നടക്കും.
അതിൽ നിങ്ങൾ നമ്മൾ ഈ ചിന്തകൾ തന്നെ ആൽഫ സ്റ്റേറ്റ് തന്നെ കടന്നാൽ മതി. പക്ഷെ നിരന്തരം ആവർത്തിച്ച് 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 നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ ഫലമാണ് നിങ്ങൾ. അപ്പൊ ഇന്നുകൊണ്ട് ഒരിക്കലും ഒരാളുടെ ബിഹേവിയർ, ഇപ്പം ഈ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ കുറ്റമായിട്ട് പറയുകയല്ല, ഇപ്പം ഒരാൾ, ഞാൻ കറക്റ്റ് എണ്ണം നോക്കുന്നില്ല, ഇപ്പൊ എനിക്കിപ്പോ കാണുന്ന ഒരാൾ ക്യാമറ ഓൺ ചെയ്തു, ഇപ്പൊ അയാളുടെ കുഴപ്പം നിങ്ങൾ കുറവുള്ള ആളുകളൊന്നും അല്ല, ഞാൻ കാര്യം പറയാം. ക്യാമറ ഓൺ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയി കോൺഫിഡൻസോടെ സംസാരിച്ചു, ഒരു സ്ഥലത്ത് പോയി ഒന്ന് പൊട്ടിച്ചെറിഞ്ഞിട്ട് കോൺഫിഡൻസോട് കൂടി സംസാരിച്ചു. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ഒരു ദിവസം ചെയ്താൽ ഒന്നും ബ്രേക്ക് ആവൂല. നിങ്ങൾ സ്റ്റേജിൽ കയറി ഒരു ദിവസം പോയി നിൽക്കുകയാണ്, നിങ്ങൾ മുട്ട് വിറയ്ക്കും, നിങ്ങൾ മൈക്ക്, പല ആളുകൾ, എത്ര പേര് സ്റ്റേജിൽ കയറി വിറച്ചിട്ടുള്ള ആളുകളുണ്ട്? ടൈപ്പ് ചെയ്തേ ഓരോരുത്തരും. നിങ്ങൾ സ്റ്റേജിൽ കയറി വിറച്ചിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട്? ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്തേ. കുട്ടിക്കാലത്തായിക്കോട്ടെ, സ്റ്റേജിൽ കയറി നിങ്ങൾ പെട്ടെന്ന് മൈക്ക് കണ്ടപ്പോൾ വിറച്ച എത്ര ആളുകളുണ്ട്? പക്ഷെ ആദ്യം വിറച്ച ആളുകൾ എൻ്റെ ലൈഫിൽ എക്സാമ്പിൾ ആണ് ഞാൻ. തീർച്ചയായിട്ടും ആദ്യം വിറച്ച്, എനിക്കിപ്പോഴും ഉണ്ട്, റെസിറ്റേഷൻ പറയുന്ന സമയത്ത് ഞാൻ വിറച്ച്. പക്ഷെ അതിനുശേഷം അതേ ഞാനൊരു 5-6 വർഷത്തിന് ശേഷം നാടകം കൃത്യമായിട്ട് കളിച്ച് നല്ല രീതിയിൽ കയ്യടി കിട്ടി. ഞാൻ അങ്ങനെ അഹങ്കാരമായിട്ട് പറയുന്നല്ല, പക്ഷേ ഇത് പറയുന്നത് എല്ലാവർക്കും പോസിബിൾ ആണ്. നിങ്ങൾ എത്ര പേര് കിടന്നുകൊണ്ട് ഈ ക്ലാസ് കാണുന്ന മിക്ക ആളുകളും കിടന്നുകൊണ്ടാണ് കാണുന്നത്. നിങ്ങൾ കിടന്നാൽ നിങ്ങളുടെ ലൈഫ്, സത്യം പറയാം സുഹൃത്തുക്കളെ, നിങ്ങളുടെ ലൈഫ് ഇതിനപ്പുറം ദുരിതത്തിൽ പോവില്ല. ഈ ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സർവ്വതും മറന്ന് ഇറങ്ങുക, നമ്മളുടെ ചിന്തകൾ മാറ്റുക, നമ്മളുടെ ആക്ഷൻസ് എടുക്കുക, നമ്മളുടെ ബോഡി ലാംഗ്വേജ് മാറും. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യന് കരയാൻ തോന്നില്ല. കാരണം നമ്മളുടെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കുളിക്കുക, അതൊരു റുട്ടീനാണ്. ആ റുട്ടീൻ ഫോളോ ചെയ്യുന്ന ആൾ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും, അയാൾക്ക് മോശം ചിന്ത വരത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നത്? തീർച്ചയായിട്ടും അടുത്തൊരാൾ ഓൺ ചെയ്ത് എല്ലാ ദിവസവും കുളിക്കുന്ന ആളുകള്, അയാൾക്ക് മോശം ചിന്ത ഒരിക്കലും വരില്ല. ഇപ്പൊ സോഫി മാഡം മൈക്ക് ഓൺ ചെയ്തു, ഓരോ അങ്ങനെ നിങ്ങൾ ഇത്, പക്ഷെ ആദ്യം ചെയ്യുമ്പോൾ ക്യാമറ നോക്കാൻ ഷൈ ഒക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ നിരന്തരമായിട്ട് ആവർത്തിച്ച് 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 ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അതൊരു ഇതാവും. അപ്പം എത്ര പേര്, എത്ര സ്ട്രീം ഓഫ് ഇൻകം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്? ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്തേ. എത്ര സ്ട്രീംസ് ഓഫ് ഇൻകം ഉണ്ട്? ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്ത് ഓരോരുത്തരും. മേ ബി ഹൗസ് വൈഫ് ആവും, അതൊന്നും വിഷയമല്ല. എത്ര സ്ട്രീംസ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്? സീറോ ആണെങ്കിൽ സീറോ, നോ പ്രോബ്ലം. എത്ര സ്ട്രീം ഓഫ് ഇൻകം നിങ്ങൾക്കുണ്ട്? വൺ സ്ട്രീം ഓഫ് ഇൻകം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് ഒരു സ്ട്രീം ഓഫ് ഇൻകം അല്ല, ദേ ഹാവ് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം. അംബാനി ആയിക്കോട്ടെ, അദാനി ആയിക്കോട്ടെ, ഈ ലോകത്തെ കൂടുതൽ കാശ്, ഈ ലോകത്ത് പൈസ ഉണ്ടാക്കാൻ വളരെ പാടൊന്നും അല്ല. നിങ്ങൾ വീട്ടമ്മയായ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഇഷ്ടം പോലെ കാശുണ്ടാക്കാം, അവന്റെ എനർജി കറക്റ്റായ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകൾ വരാറുണ്ട്. ഇവര് പറയുന്ന കാര്യം എന്ന് വെച്ചാല്, ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന എനിക്ക് സെപ്പറേറ്റ് പൈസയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹസ്ബൻഡ് കാശുണ്ടാക്കുന്നതിന്, നിങ്ങൾ മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ, ഹസ്ബൻഡ് തന്നതാണെങ്കിലും ആര് തന്നതാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ആ കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ആ കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആയതുകൊണ്ടാണ്, അല്ലാതെ കിട്ടില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക, നമ്മളുടെ ചിന്തകൾ പോസിറ്റീവ്. പിന്നെ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ല. ഒരു മനുഷ്യ പല ആളുകളും ഉണ്ട്, ഒരു സ്ഥലത്ത് പോകുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് എന്ത് സംസാരിക്കും, ഇത് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഈ ചിന്തകളെ പറ്റി പഠിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ ഓരോരുത്തരും ഈ ചിന്തകളെ പറ്റി പഠിക്കുന്നതിനാ. നമ്മൾ ഓരോരുത്തരും ഈ ചിന്തകളെ പറ്റി പഠിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. ആ മനസ്സമാധാനം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ ഓരോ ആളുകളും എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ദുഃഖങ്ങളില്ല, നിങ്ങൾക്ക് ദുരിതങ്ങളില്ല, ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ചുറ്റും എല്ലാം കാണും. എസ് ഓർ നോ? ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്ത് ഓരോരുത്തരും, ഓരോരുത്തരും ടൈപ്പ് ചെയ്തേ. നിങ്ങളുടെ ചിന്തകൾ ഓരോരുത്തരും.
നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ചിന്തകൾ, ആഗ്രഹങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ടെമ്പററി ആണ്. നമുക്ക് ഓരോ ദിവസം കഴിയുന്നവരും ആഗ്രഹങ്ങളൊക്കെ മാറിപ്പോകും. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, ഈ ഭൂമിയിൽ നിങ്ങൾ ഓരോരുത്തർക്കും, ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന നമ്മൾ ഓരോ മനുഷ്യന്മാരും ജീവനോടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് ആവാൻ പറ്റും. നമുക്ക് സന്തോഷമുണ്ടാകും. നാളെ നമ്മൾ മരിച്ചു പോകും, ഒന്നും പേടിയില്ല. നമ്മളെല്ലാം ദീർഘായുസം ചിന്തിക്കണം. 10 പ്രാവശ്യം എല്ലാ കണ്ണടച്ചിട്ട് എല്ലാ ആളുകളും ഐ ആം കംപ്ലീറ്റ്ലി, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഒരു 30 പ്രാവശ്യം ഒന്ന് കണ്ണടച്ചിട്ട് പറഞ്ഞു ഓരോരുത്തരും. എന്നിട്ട് ചേഞ്ച് കൂടെ ടൈപ്പ് ചെയ്യണം. കണ്ണടച്ചിട്ട് എല്ലാ ആളുകളും കണ്ണടച്ചിട്ട് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് മനസ്സിലൊന്ന് റിപ്പീറ്റ് ചെയ്തേ. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്യാം. ഇമോഷണലി, ഫീലിങ്സ് ആയിട്ട് ഓരോ ആളുകളും റിപ്പീറ്റ് ചെയ്തേ. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, മനുഷ്യനാണെന്ന് മാത്രം റിപ്പീറ്റ് ചെയ്യാൻ. മറ്റൊന്നിനെ പറ്റി ചിന്തിക്കേണ്ട. ഞാൻ പൂർണ്ണ ആരോഗ്യം, 10 ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ മാറും. നിങ്ങൾക്ക് നിങ്ങളുടെ സിരയിൽ കൂടെയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഒഴുകും. എന്തെന്നില്ലാത്തൊരു മനസമാധാനം. കൃത്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും. എക്സ്പീരിയൻസ് ചാനലിലേക്ക് ടൈപ്പ് ചെയ്യണേ, ഒരു 30 പ്രാവശ്യം ചെയ്തിട്ട്. ഗുഡ്. തീർച്ചയായിട്ടും ഇതാണ് സംഭവം. നമ്മളുടെ ഓരോ ചിന്തയും നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കെമിക്കൽ ഫോർമേഷൻ നടത്തുന്നുണ്ട്. ഇതേ കെമിക്കൽ ഫോർമേഷൻ ആണ് നിങ്ങൾ ദുഃഖത്തിൽ അനുഭവിക്കുമ്പോഴും വരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതേ കെമിക്കൽ ഫോർമേഷൻ ആണ് നിങ്ങൾ ദുഃഖം അനുഭവിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. ശരിയല്ലേ? യെസ് ഓർ നോ? ഇതേ കെമിക്കൽ ഫോർമേഷൻ ആണ്. അപ്പോ ഇന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റുമോ? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇന്ന് മാത്രം പോസിറ്റീവ് ആയതുകൊണ്ട് മാറ്റാൻ പറ്റുമോ? ടൈപ്പ് ചെയ്തേ. ഇന്ന് മാത്രം നിങ്ങൾ ഓരോ മനുഷ്യന്മാരും പോസിറ്റീവ് ആയതുകൊണ്ട് മാറ്റാൻ പറ്റുമോ? ടൈപ്പ് ചെയ്തേ. ഇല്ല. നിരന്തരമായി മാറ്റുക. മറ്റുള്ള മനുഷ്യരെ പറ്റി നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ നിരന്തരമായി പോസിറ്റീവ്. ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആളുകൾ പറയുന്നു നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ അയാൾ മോശമായിട്ടായിരിക്കും പെരുമാറിയ, പക്ഷേ അയാളെ പറ്റി നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. എന്തുകൊണ്ടെന്നറിയാവോ? കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്പേസ് പിന്നെ സമാധാനമില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയ ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ പിന്നെ നിങ്ങൾക്ക് സമാധാനം ഇല്ലെന്നേ. നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. കാരണം ഇതെല്ലാം ഒരു മായയാണ്. നമ്മളുടെ ചിന്തകൾ കാരണം സംഭവിക്കുന്നതാണ്. നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന ആളുകൾ നമ്മളുടെ ചിന്തകൾ കാരണം സംഭവിക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് അതൊന്നും കടന്നു പോകുന്നില്ല. നിങ്ങൾ എന്തായാലും ബിലീഫുകൾ മാറ്റുക, റോങ് ബിലീഫ് തിരിച്ചറിയുക, ആ റോങ് ബിലീഫ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ, എന്താണ് നെഗറ്റീവായിട്ടുള്ള സംഭവമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത്. ആ ബിലീഫിനെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആ പോസിറ്റീവായിട്ട് ചിന്തിച്ചതിന് ശേഷവും നിങ്ങളുടെ ലൈഫിൽ മാറിയില്ലെങ്കിൽ, മറ്റുള്ള മനുഷ്യർ ഇത് ചെയ്തപ്പോൾ അയാളുടെ ലൈഫിൽ പെട്ടെന്ന് മാനിഫെസ്റ്റ് ആയോ എന്ന് തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഈസി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ തന്നു, നിങ്ങളുടെ ലൈഫിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയൊക്കെ പൈസ വന്നു, അത്തരത്തിലുള്ള പ്രോസസ്സുകൾ നമ്മൾ ഏർപ്പെടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്നതൊക്കെ ഞാൻ വളരെ എളുപ്പത്തിൽ എനിക്ക് പല കാര്യങ്ങളും കിട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഓരോരുത്തരും എൻഗേജ് ആകുമ്പോൾ നിങ്ങളുടെ ബിലീഫുകൾ പയ്യെ പയ്യെ മാറും. ഓരോ ചിന്തകൾ ഒരിക്കൽ മാറൂല. ഞാനിപ്പോൾ വീണ്ടും പറയുന്നത്, ഇന്നിപ്പോൾ ക്യാമറ ഓൺ ചെയ്തിരുന്ന ആളുകൾക്ക് നാളെയും മറ്റു പല ക്ലാസ്സുകൾ ഇതേപോലെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരും. മറ്റൊന്ന് അതേ കണക്ക് നിങ്ങളൊരു ജോലി, ഒരു സ്ഥലത്ത് പോയി നിങ്ങളുടെ ലൈഫ്, നമ്മളെ ഈ ജീവിതം ദുഃഖിച്ച് ജീവിക്കേണ്ട ജീവിതമേ അല്ല. നിങ്ങൾ ഉജ്ജ്വലമായിട്ട്, ഗോപിനാഥ് മുതുകാടൊക്കെ പണ്ട് പറഞ്ഞ നമുക്ക് ജീവിതം ഉജ്ജ്വലമായിട്ട് ജീവിച്ചു തീർക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതം ഉജ്ജ്വലമായിട്ട് ജീവിക്കണം. എന്ത് ചെയ്യണം? എന്തും ചെയ്യണം. സ്ത്രീകൾ ഒരു പരിധി കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിക്കും. അതല്ല,
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടി ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്തൊരർത്ഥം? യാത്രകൾ ചെയ്യണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ വാങ്ങിച്ച് കഴിക്കണം. ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി വരുമാനം, നിങ്ങൾക്ക് സ്വന്തമായി ഇഷ്ടമുള്ള കാര്യങ്ങളിലൂടെ വരുമാനം, വ്ലോഗുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യണം. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലെല്ലാം നിങ്ങൾ എൻഗേജ് ചെയ്യുമ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ് അടിപൊളിയാവും. ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. മേക്ക് കണ്ണ് ചോർന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട്, മേക്കിംഗ് മണി ഈസ് സൂപ്പർ ഈസി. പൈസ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. പൈസ ഉണ്ടാക്കുന്നത്, റിപ്പീറ്റ് ചെയ്തോളൂ. പൈസ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. പൈസ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. പൈസ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. പൈസ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. ജീവിതം ആനന്ദകരമാണ്. ജീവിതം സന്തോഷപൂർണ്ണമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടും. ഞാൻ ഹാപ്പിയാണ്, എനർജറ്റിക് ആണ്. ഐ എം ഹാപ്പി, കോൺഫിഡൻറ്റ്, എനർജറ്റിക്. യെസ്, 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 യെസ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം, നിങ്ങൾ ഓരോരുത്തരുടെയും ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സുഹൃത്തുക്കളെ നേടിയെടുക്കട്ടെ. യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.